അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലം മുതൽക്കേ ചർച്ചാവിഷയമായിരുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് വൈറ്റ് ഹൌസിനുള്ളിലെ അതിവിശാലമായ പുതിയ സ്റ്റേറ്റ് ബെഡ്റൂം നിർമ്മാണം. $250 മില്യൺ, അതായത് ഏകദേശം 2070 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ആഡംബര നിർമ്മിതി അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ധാർമ്മികത, നിയമപരമായ സുതാര്യത, ചരിത്രപരമായ പൈതൃകം എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. വൈറ്റ് ഹൌസിന്റെ ഈസ്റ്റ് വിങ്ങിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ ഈ വിഷയം കേവലം ഒരു കെട്ടിട നിർമ്മാണത്തിനപ്പുറം അമേരിക്കൻ ജനാധിപത്യത്തിന്റെ പ്രതീകാത്മക അടിത്തറയ്ക്ക് നേരെയുള്ള ആക്രമണമായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ പ്രഥമ വനിതയുമായി ഹിലാരി ക്ലിന്റന്റെ ഉയർത്തിയ വിമർശനമാണ് ഈ വിവാദങ്ങളുടെ രാഷ്ട്രീയ മാനത്തെ ഏറ്റവും കൃത്യമായി അടയാളപ്പെടുത്തുന്നത്. വൈറ്റ് ഹൌസിന്റെ ഭാഗങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നതിന്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ അവർ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു: ഇത് അദ്ദേഹത്തിന്റെ വീടല്ല, നിങ്ങളുടെ വീടാണ്. അദ്ദേഹം ഇത് നശിപ്പിക്കുകയാണ്. ഈ വാക്കുകളിൽ ഒളിഞ്ഞു കിടക്കുന്നത് ട്രംപ് ഭരണകൂടത്തിനെതിരെയുള്ള ആഴത്തിലുള്ള പ്രതിഷേധമാണ്. വൈറ്റ് ഹൌസ് കേവലം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി മാത്രമല്ല, അത് 200 വർഷത്തിലേറെ പഴക്കമുള്ള അമേരിക്കൻ ജനാധിപത്യത്തിന്റെ പ്രതിച്ഛായയും പൊതു പൈതൃകവുമാണ്. ഒരു സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറെ പോലെ ട്രംപ് ഈ ദേശീയ ചിഹ്നത്തെ തന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റി എഴുതാൻ ശ്രമിക്കുന്നു എന്നതാണ് വിമർശനം. ചരിത്രപരമായ കെട്ടിട ഭാഗങ്ങൾ തകർക്കുന്നത് വഴി ട്രംപ് അമേരിക്കൻ ജനാധിപത്യത്തിന്റെയും അതിന്റെ സ്ഥാപനങ്ങളുടെയും പ്രതീകാത്മകമായ അടിത്തറയാണ് ആക്രമിക്കുന്നതെന്ന വിമർശനമാണ് ഡെമോക്രാറ്റുകൾ ഉയർത്തുന്നത്. മുൻകാല നയങ്ങളെയും പ്രവർത്തനങ്ങളെയും പോലെ ഈ നിർമ്മാണം നമ്മുടെ ജനാധിപത്യത്തെ തകർക്കുന്നതിന് പ്രതീകമായി തോന്നുന്നു എന്ന് സെനറ്റർമാർ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുന്നു. വിമർശനങ്ങളെ ട്രംപ് ഭരണകൂടം നേരിടുന്നത് വൈറ്റ് ഹൌസിന്റെ നിലവിലെ പ്രവർത്തനപരമായ പരിമിതികൾ ചൂണ്ടിക്കാണിച്ചാണ്. നിലവിലെ വൈറ്റ് ഹൌസിലെ ഏറ്റവും വലിയ മുറിയായ ഈസ്റ്റ് റൂമിന് 200 പേരെ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കൂ. ഇത് സ്റ്റേറ്റ് ഡിന്നറുകളും മറ്റു വലിയ പരിപാടികളും നടത്താൻ സൗത്ത് ലോണിൽ താൽക്കാലിക കൂടാരങ്ങൾ കെട്ടേണ്ട അവസ്ഥ സൃഷ്ടിക്കുന്നു. ഈ അനാവശ്യ രീതി ഒഴിവാക്കാനും വിദേശ നേതാക്കളെയും ഉന്നത അതിഥികളെയും അന്തസ്സോടെ സ്വീകരിക്കാനും ലോകോത്തര നിലവാരമുള്ള ഒരു സ്ഥിര വേദി അനിവാര്യമാണെന്ന് ട്രംപ് വാദിക്കുന്നു. ഏകദേശം 90,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന ഈ പുതിയ ബെഡ്റൂമിന് 999 പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും. ഈ മുറിയുടെ രൂപകൽപ്പനയിൽ ട്രംപിന്റെ വ്യക്തിപരമായ സൗന്ദര്യബോധം പ്രതിഫലിപ്പിക്കുമെന്നും മാർ എ ലഗോയിലെ ബെഡ്റൂമിനോട് സാമ്യമുള്ള സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാരങ്ങളായിരിക്കും പ്രധാനമായും ഉൾപ്പെടുത്തുകയെന്നും പ്രതീക്ഷിക്കുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശബ്ദം എന്റെ ചെവിക്ക് സംഗീതം പോലെയാണെന്നും ഇത് പണം കൊണ്ടുവരുന്നതിനെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ ബിൽഡർ എന്ന വ്യക്തിത്വം ഈ പദ്ധതിയിൽ എത്രത്തോളം ആധിപത്യം സ്ഥാപിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു. ട്രംപിന്റെ ബെഡ്റൂം പദ്ധതിയെക്കുറിച്ചുള്ള സംവാദങ്ങൾ പ്രധാനമായും 3 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ്. ഫെഡറൽ കെട്ടിടങ്ങളുടെ നിർമ്മാണ മേൽനോട്ട ചുമതലയുള്ള നാഷണൽ ക്യാപിറ്റൽ പ്ലാനിംഗ് കമ്മീഷന്റെ ഔദ്യോഗിക അനുമതി ഇല്ലാതെയാണ് ഈസ്റ്റ് വിങ് പൊളിച്ചു നീക്കി നിർമ്മാണം ആരംഭിച്ചത് എന്നതാണ് ഏറ്റവും ഗുരുതരമായ നിയമപരമായ പ്രശ്നം. ചരിത്രപരമായ ഒരു കെട്ടിടത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ പാലിക്കേണ്ട കർശനമായ നിയമങ്ങൾ, പരിശോധനകളെ ട്രംപ് ഭരണകൂടം ഒഴിവാക്കി. പ്രസിഡന്റിന് ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക അധികാരമുണ്ടെന്ന് ഭരണകൂടം വാദിക്കുമ്പോഴും ഇത് നിയമപരമായ നടപടികളോടുള്ള ട്രംപിന്റെ അവഗണനയും അധികാരത്തിന്റെ ദുർവിനിയോഗത്തെയും സൂചിപ്പിക്കുന്നു. രാജ്യത്തിന്റെ ചരിത്രപരമായ പൈതൃകത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നിയമപരമായ സ്ഥാപനങ്ങളുടെ അനുമതി തേടാതെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നത് ചരിത്രകാരന്മാരിലും സംരക്ഷകരിലും വലിയ ആശങ്കയാണ്. ഈ പദ്ധതിക്ക് അമേരിക്കൻ നികുതിദായകർക്ക് ഒരു ചെലവും ഉണ്ടാകില്ലെന്ന് ട്രംപ് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഉദാരമതികളായ നിരവധി ദേശസ്നേഹികളും വലിയ അമേരിക്കൻ കമ്പനികളും ഞാനും ചേർന്നുള്ള സ്വകാര്യ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് $250 മില്യൺ കണ്ടെത്തുന്നത്. ഈ പദ്ധതിയുടെ സ്വകാര്യ ഫണ്ടിംഗ് രീതി ദാതാക്കളും ഭരണകൂടവുമായുള്ള ബന്ധം എന്ന വിഷയത്തിൽ ഗുരുതരമായ സംശയങ്ങളും ഉയർത്തുന്നു. ആപ്പിൾ, ഗൂഗിൾ, ലോക്ഹീഡ് മാർട്ടിൻ, പലന്തിർ തുടങ്ങിയ വൻകിട ടെക് പ്രതിരോധ കമ്പനികളുടെ പ്രതിനിധികൾ ദാതാക്കൾക്ക് വേണ്ടിയുള്ള വിരുന്നിൽ പങ്കെടുത്തത് സംഭാവനകൾക്ക് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന സംശയത്തിനും വഴിയൊരുക്കി. ഈ കമ്പനികൾക്ക് സർക്കാരുമായി വലിയ കരാറുകൾ ഉള്ളതിനാൽ പ്രസിഡന്റുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ഭാവിയിൽ ഭരണപരമായ തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്താനും വേണ്ടിയാണ് ഈ കോർപ്പറേറ്റ് ശക്തികൾ വൻതുക സംഭാവന ചെയ്യുന്നത്. ദാതാക്കളുടെ പേരുകൾ പുതിയ ബെഡ്റൂമിന് ചുവരുകളിൽ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പൊതുസ്വത്തിൽ സ്വാധീനം ചെലുത്താനുള്ള പണത്തിന്റെ രാഷ്ട്രീയ ഇടപെടലായി വിമർശകർ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഈ ദാതാക്കളുടെ ഔദ്യോഗിക പട്ടിക വൈറ്റ് ഹൌസ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല എന്നത് സുതാര്യതയില്ലായ്മ എന്ന ആരോപണത്തിന് ആക്കം കൂട്ടുന്നു. ഈസ്റ്റ് വിങ് 1902 നിർമ്മിച്ചതും 1942 നവീകരിച്ചതുമായ ചരിത്രപരമായ ഘടനയാണ്. ഈ കെട്ടിടഭാഗം പൊളിച്ചു നീക്കിയത് വൈറ്റ് ഹൌസിന്റെ പൈതൃകത്തിന് കോട്ടം വരുത്തുമെന്ന ആശങ്ക ചരിത്ര സംരക്ഷണ ട്രസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു. ട്രംപിന്റെ മുൻവാദങ്ങളായ കെട്ടിടത്തെ സ്പർശിക്കില്ല എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈസ്റ്റ് വിങ് ഭാഗികമായി പൊളിച്ചു നീക്കിയതും ചരിത്രപരമായ സ്ഥാപനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തീവ്രത നൽകി. വൈറ്റ് ഹൌസ് കേവലം ഇഷ്ടികയും കോൺക്രീറ്റും കൊണ്ടുള്ള ഒരു കെട്ടിടമല്ല, അത് അമേരിക്കൻ രാഷ്ട്രത്തിന്റെ ഓർമ്മകളും ചരിത്രവും പേർന്ന ഒരു സ്മാരകമാണ്. അതിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ പാലിക്കേണ്ട
പാലിക്കേണ്ട സൂക്ഷ്മത ട്രംപ് ഭരണകൂടം പാലിച്ചില്ലെന്ന കടുത്ത വിമർശനവുമുണ്ട്. ട്രംപിനെ പിന്തുണയ്ക്കുന്നവർ ഇതിനെ വൈറ്റ് ഹൌസിന്റെ അത്യാധുനിക വൽക്കരണവും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി കാണുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ വിദേശ നേതാക്കളെയും ഉന്നത അതിഥികളെയും അന്തസ്സോടെ സ്വീകരിക്കാൻ $250 മില്യൺ ചെലവിൽ ഒരു ലോകോത്തര നിലവാരമുള്ള വേദി ആവശ്യമാണെന്ന വാദം അവർ മുന്നോട്ട് വെക്കുന്നു. എന്നാൽ ഹിലാരി ക്ലിന്റൺ ഉൾപ്പെടെയുള്ള വിമർശകർ ഉയർത്തുന്ന വാദങ്ങൾ കൂടുതൽ പ്രസക്തിയുണ്ട്. നാഷണൽ ക്യാപിറ്റൽ പ്ലാനിംഗ് കമ്മീഷന്റെ അംഗീകാരം പോലും കാത്തു നിൽക്കാതെയുള്ള ഈസ്റ്റ് വിംഗ് പൊളിച്ചു നീക്കൽ നിയമപരമായ നടപടികളോടുള്ള ട്രംപിന്റെ അവഗണനയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ സ്വകാര്യ ദാതാക്കളിൽ നിന്നും വൻതുക സ്വീകരിക്കുന്നത് ഭരണപരമായ തീരുമാനങ്ങളിൽ ഈ കോർപ്പറേറ്റ് ശക്തികൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള അവിഹിത സ്വാധീനം സംബന്ധിച്ച ആശങ്കകൾക്കും ആക്കം കൂട്ടുന്നു. ഈ പദ്ധതി ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് മൊഗാർ എന്ന വ്യക്തിത്വത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഭരണഘടനാപരമായ പദവിയുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ്. ട്രംപിന്റെ കാലാവധി 2029 ജനുവരിയിൽ അവസാനിക്കുന്നതിന് മുമ്പ് ഈ മെഗാ ബെഡ്റൂം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ അത് അമേരിക്കയുടെ ആസ്ഥാനത്തിന് ഒരു പുതിയ ട്രംപ് മുദ്ര നൽകും. ഈ മുദ്ര അമേരിക്കൻ ചരിത്രത്തിൽ ഒരു ആഡംബര ബെഡ്റൂമിന് കൂട്ടിച്ചേർക്കലായിരിക്കുമോ അതോ ചരിത്രത്തെയും നിയമത്തെയും അവഗണിച്ച് നടത്തിയ ഒരു ഏകപക്ഷീയമായ നടപടി എന്ന നിലയിലുള്ള വിവാദത്തിന്റെ ശേഷിപ്പായി നിലനിൽക്കുമോ എന്നുള്ളത് വരും തലമുറകളാണ് വിലയിരുത്തേണ്ടത്. വൈറ്റ് ഹൌസ് എന്ന ദേശീയ ചിഹ്നത്തിൽ ഒരു പ്രസിഡന്റ് സ്വന്തം വ്യക്തിഗത താൽപര്യങ്ങളുള്ള കളങ്കം പതിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ രാഷ്ട്രീയ ധാർമ്മിക പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കും.